ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ലോഗരിതമിക് ടേബിൾ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിളിലൂടെ എഴുതാം. ലോഗ് 267, അതിൻ്റെ ആൻസർ 2.4265. ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ലോഗരിതമിക് ടേബിൾ നോക്കണമെങ്കിൽ ആദ്യം അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോഗരിതത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഡെസിമൽ പോയിൻറ്റിന് മുന്നേ ഒരു ഭാഗമുണ്ട്, ഡെസിമൽ പോയിൻറ്റിന് ശേഷം ഒരു ഭാഗമുണ്ട്. ഈ ഡെസിമൽ പോയിൻറ്റിന് മുന്നേ ഉള്ള ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക്. പിന്നെ ഡെസിമൽ പോയിൻറ്റിന് ശേഷമുള്ള പാർട്ടിന് നമ്മൾ പറയുന്ന പേരാണ് മാൻറ്റിസ. ഓക്കെ, അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക് കണ്ടുപിടിക്കാൻ നമുക്ക് ലോഗരിതമിക് ടേബിൾ ആവശ്യമില്ല. അതിന് വേറെ ഒരു ചെറിയ റൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ മാൻറ്റിസ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? നമ്മൾ ലോഗരിതമിക് ടേബിൾ യൂസ് ചെയ്യണം. അപ്പോൾ ഡെസിമൽ പോയിൻറ്റിന് ശേഷമുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോഗരിതമിക് ടേബിൾ യൂസ് ചെയ്യുന്നത്. അതെല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി എന്ത് ചെയ്യാം? നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ ലോഗരിതമിക് ടേബിൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഫോർ എക്സാമ്പിൾ ലോഗ് 267, ഇതിൻ്റെ വാല്യൂ നമ്മൾ ടേബിൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഭാഗം എന്താണ്? ക്യാരക്ടറിസ്റ്റിക് അല്ലേ? അതിനെന്താവശ്യമില്ല? ലോഗരിതമിക് ടേബിൾ ആവശ്യമില്ല. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ക്യാരക്ടറിസ്റ്റിക് കണ്ടുപിടിക്കുക? നോക്ക്, നമ്മൾ ഡിജിറ്റ്സ് കൗണ്ട് ചെയ്യണം. ഇതിൽ ഡെസിമൽ നമ്പർ ഇല്ല, ഡെസിമൽ പോയിൻ്റ് ഇല്ല. അതുകൊണ്ട് നമ്മൾ എല്ലാ നമ്പറും കൗണ്ട് ചെയ്യുക. ഡെസിമൽ പോയിൻ്റ് ഉണ്ടെങ്കിൽ ഡെസിമൽ പോയിൻറ്റിന് മുന്നേ ഉള്ള നമ്പേഴ്സ് കൗണ്ട് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ ഡെസിമൽ പോയിൻ്റ് ഇല്ലല്ലോ. സോ 267 3 ഡിജിറ്റ്സ് ഉള്ളത്, റൈറ്റ്? 3 ഡിജിറ്റ്സ്. അപ്പോൾ എങ്ങനെയാണ് ക്യാരക്ടറിസ്റ്റിക് കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, 3 ഡിജിറ്റ് ആണെങ്കിൽ 1 നമ്പർ കുറയ്ക്കണം. അപ്പോൾ എത്ര? 2. ഇനി 4 ഡിജിറ്റ് ആണെങ്കിലോ 1 നമ്പർ കുറയ്ക്കണം. അപ്പോൾ എത്ര ആയിരിക്കും? 3. ഇനി 5 ഡിജിറ്റ് ആണെങ്കിലോ 1 നമ്പർ കുറയ്ക്കണം. അപ്പോൾ 4. അപ്പോൾ ഇവിടെ ഈ പെർട്ടിക്കുലർ കേസിൽ 267 3 ഡിജിറ്റ്സ് ആണുള്ളത്. സോ യു ഹാവ് ടു സബ്ട്രാക്ട് 1. സോ ദാറ്റ് ഈസ് 2. സോ നമുക്ക് എന്ത് കിട്ടി? യു ഗോട്ട് ക്യാരക്ടറിസ്റ്റിക്. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? മാൻറ്റിസ ഭാഗം വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഐ ആം റൈറ്റിംഗ് ദിസ് നമ്പർ അഗെയിൻ 267. ഈ നമ്പറിനെ ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. 2 ഡിജിറ്റ് പ്ലസ് 1 ഡിജിറ്റ്, 2 ഡിജിറ്റ് പ്ലസ് 1 ഡിജിറ്റ്. അതാണ് പാറ്റേൺ. ഓക്കെ, 2 ഡിജിറ്റ് പ്ലസ് 1 ഡിജിറ്റ്. സോ 2 ഡിജിറ്റ് ഇല്ലേ, ആദ്യത്തെ 2 ഡിജിറ്റ്, അതിന് നമുക്ക് റോ എന്ന് പറയാം. ഇനി രണ്ടാമത്തെ ഒരു ഡിജിറ്റ് നമുക്ക് കോളം എന്ന് പറയാം. അത്രയും സിമ്പിളാണ്. നോക്കിക്കേ, അപ്പോൾ നമുക്ക് എന്താണ്? 26th റോയും 7th കോളവും. ഒന്ന് ടേബിളിലേക്ക് വന്നേ. നോക്ക്, 26th ആൻഡ് 7th. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. 26th ആൻഡ് 7th, ആ നമ്പറാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത്. നോക്കിയേ, ദാറ്റ് ഈസ് 4265. നോക്കിയേ, പോയിൻ്റ് ഇടണം. മാൻറ്റിസ കണ്ടുപിടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പോയിൻറ്റിന് ശേഷമുള്ള നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ 2.4265. നോക്കിയേ, ദാറ്റ് വി ഓൾറെഡി നോ. ഗോട്ട് ഇറ്റ് റൈറ്റ്? ഇങ്ങനെയാണ് ലോഗ് വാല്യൂസ് കണ്ടുപിടിക്കുക. സോ ലോഗ് 267 എത്രയാണ്? 2.4265. ഓക്കെ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് 2, അതിൻ്റെ മാൻറ്റിസയാണ് 4265. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കൊരു ബേസിക് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്കെല്ലാം വളരെ ഫെമിലിയർ ആയൊരു നമ്പർ ഉണ്ട്. അതേതാണ്? ലോഗ് 2, റൈറ്റ്? നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ അറിയാം, എന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈസിനെസ്സിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? 2നെ 2.003 ഡിജിറ്റാക്കി മാറ്റുക. ഓക്കെ, അപ്പോൾ ഡെസിമൽ പോയിൻറ്റിന് മുന്നേ നിങ്ങൾക്ക് എത്ര ഡിജിറ്റ് കാണാൻ പറ്റുന്നുണ്ട്? യു ക്യാൻ സി എ സിംഗിൾ ഡിജിറ്റ്. അപ്പോൾ എങ്ങനെയാണ് ക്യാരക്ടറിസ്റ്റിക് കണ്ടുപിടിക്കുക? 1 ഡിജിറ്റ് ആണെങ്കിൽ 1 - 1. ഓർമ്മ ഉണ്ടല്ലോ, 2 ഡിജിറ്റ് ആണെങ്കിൽ 2 - 1, 3 ഡിജിറ്റ് ആണെങ്കിൽ 3 - 1. സോ നൗ യു ക്യാൻ സി ജസ്റ്റ് ഒറ്റ ഡിജിറ്റേ കാണുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? 1 - 1 0. സോ വി ഗെറ്റ് ക്യാരക്ടറിസ്റ്റിക്. നൗ നമുക്ക് എന്ത് വേണം? മാൻറ്റിസ വേണം. അതിന് വേണ്ടിയിട്ട് എന്താ നമ്പർ? 2.00. ഡെസിമൽ അങ്ങ് മറന്നേക്ക്. ഓക്കെ, നമുക്ക് ആദ്യത്തെ 2 ഡിജിറ്റ്സ് എടുക്കാം. സോ വിച്ച് വിൽ ഗിവ് യു റോ. ഇനി ലാസ്റ്റ് 1 നമ്പർ എടുക്കാം. അതെന്ത് തരും? കോളം തരും. അപ്പോൾ എന്താണ്? 20th റോ കോളം നമ്പർ 20th റോ കോളം നമ്പർ 0. എന്താ അത്? 20th റോ കോളം നമ്പർ 0. ഒന്ന് വന്ന് നോക്കിയേ, നിങ്ങൾ ആരെ കാണുന്നത്? 3010 അല്ലേ? എന്താണ്? 3010. അപ്പോൾ എന്താണ്? നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് 0 ആണ്. ദെൻ പുട്ട് പോയിൻറ്റ്
അല്ലേ? പോയിൻറ്റിന് ശേഷമുള്ള നമ്പറാണ് ആര് തരുന്നത്? മാൻറ്റീസ തരുന്നത്. സോ 3010 ഈ നമ്പർ നിങ്ങൾക്ക് അറിയാലോ. സോ നിങ്ങൾക്ക് log 3 കണ്ടുപിടിക്കാം, log 5 കണ്ടുപിടിക്കാം, എന്ത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. നമ്മളിനി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് log 36.7 ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ക്യാരക്ടറിസ്റ്റിക് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെസിമൽ പോയിൻറ്റിന് മുന്നേ ഉള്ള 2 ഡിജിറ്റ്സ് ആണ് കാണുന്നത്. അപ്പോൾ വാട്ട് ഈസ് സി എന്ന് വെച്ചാൽ ആ ഡിജിറ്റിൽ നിന്ന് 1 കുറയ്ക്കണം, 2വിൽ നിന്ന് 1 കുറയ്ക്കണം. 36 മീൻസ് 2 ഡിജിറ്റ്സ് യു ക്യാൻ സി റൈറ്റ്, 2 ഡിജിറ്റ്. അപ്പോൾ അതിൽ നിന്ന് 1 കുറച്ചാൽ 2 - 1 1 ആണ്. ഞാൻ നമുക്ക് എന്താ വേണ്ടത്? മാൻറ്റീസ വേണം, റൈറ്റ്? അതിന് നമ്മൾ ഈ നമ്പേഴ്സ് വീണ്ടും എഴുതുക. ഡെസിമൽ മറന്നേക്കാം കേട്ടോ, ഈ സമയത്ത് ഡെസിമൽ ആലോചിക്കേണ്ട. ഫസ്റ്റ് 2 ഡിജിറ്റ് വിൽ ഗിവ് യു വാട്ട്? റോ. ആൻഡ് നെക്സ്റ്റ് ഡിജിറ്റ് വിൽ ഗിവ് യു കോളം. നൗ ടേബിളിലേക്ക് വന്നേ. 36 ഇവിടെ കാണാൻ പറ്റും, 7 ഇവിടെ കാണാൻ പറ്റും. ഒന്ന് വന്ന് നോക്കിയേ. ഇങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ദാ ഇവിടെ വന്നാൽ സി ഇവിടെ വെച്ച് അവർ ഇൻ്റർസെക്റ്റ് ചെയ്യും, റൈറ്റ്? ദിസ് ഇസ് യുവർ നമ്പർ. വാട്ട് ഇസ് എ നമ്പർ? 5 6 4 7. കറക്റ്റ് ആണോ? അപ്പോൾ എന്താ ലോഗ് വാല്യൂ? ആദ്യം നമ്മൾ ക്യാരക്ടറിസ്റ്റിക് എഴുതുക, ഡെസിമൽ പോയിൻ്റ് ഇടുക, മാൻറ്റീസ എഴുതുക. 5 6 4 7. ഇതൊരു ഈസി പരിപാടിയാണല്ലേ? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ലോഗ് വാല്യൂസ് കണ്ടുപിടിക്കാം. നമുക്കൊന്നും കൂടി ക്വസ്റ്റ്യൻസ് ചെയ്യാം. ലോഗരിതമത്തിൻ്റെ രണ്ടാമത്തെ പേജ് ഞാൻ എടുക്കുകയാണ്. ഇത് 49 വരെയല്ലേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പേജ് എടുക്കാം കേട്ടോ. ഞാൻ നെക്സ്റ്റ് പേജ് യൂസ് ചെയ്തിട്ട് വി ക്യാൻ ഡു വൺ എക്സാമ്പിൾ. ലോഗരിതത്തെക്കുറിച്ച് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 നമ്പേഴ്സ് നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പോവാണ്. വൺ ഈസ് 56.7 ആൻഡ് അതർ വൺ ഈസ് 567. ഈ 2 നമ്പേഴ്സിൻ്റെയും ലോഗ് വാല്യൂസ് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് log 56.7 കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ കണ്ടുപിടിക്കുക? ക്യാരക്ടറിസ്റ്റിക്, റൈറ്റ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെസിമൽ നമ്പറിൻ്റെ മുന്നേയുള്ള ഡിജിറ്റ്സ് കൗണ്ട് ചെയ്യും. എത്രയാണ്? 2. കറക്റ്റ്, റൈറ്റ്? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ക്യാരക്ടറിസ്റ്റിക് കണ്ടുപിടിക്കുക? 2 - 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി. ഇനി എങ്ങനെയാണ് മാൻറ്റീസ കണ്ടുപിടിക്കുക? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നമ്പറിനെ എഴുതണം. ഡെസിമൽ നമ്പറിനെ കുറിച്ച് ആലോചിക്കേണ്ട. ഫസ്റ്റ് 2 നമ്പേഴ്സിന് നമുക്ക് റോയിൽ നിന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്പർ കോളമാണ്. സോ വാട്ട് ഈസ് ദാറ്റ്? 56 ആൻഡ് 7. നോക്കിയേ, 56ലേക്ക് പോവുക, 7ലേക്കും പോവുക. ഓക്കെ, നൗ ഐഡൻറ്റിഫൈ ദ നമ്പർ. സി, നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 7536, റൈറ്റ്? സോ വാട്ട് ഈസ് മാൻറ്റീസ? 7536. അപ്പോൾ നോക്കി, എന്താണ് ഡെസിമൽ നമ്പറിന് മുന്നേ, ഡെസിമൽ പോയിൻറ്റിന് മുന്നേ ക്യാരക്ടർ. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് 1. Now Mantissa is what? 7536. After decimal point, Mantissa 7536. ഓക്കെ ആണല്ലേ? ഇനി നോക്കിയാൽ 567. ഇപ്പം നമുക്ക് ഡെസിമൽ പോയിൻ്റ് ഇല്ല. അപ്പം നമ്മൾ ക്യാരക്ടറിസ്റ്റിക് കണ്ടുപിടിക്കുമ്പോൾ ഈ 3 ഡിജിറ്റും കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ 3 ഡിജിറ്റ് ആർ ദർ. യു ഹാവ് ടു സബ്ട്രാക്ട് 1. 3 - 1, ദാറ്റ് ഈസ് 2. ഓക്കെ അല്ലേ? നൗ മാൻറ്റീസ കണ്ടുപിടിക്കുമ്പോൾ എന്താ? 5 6 7 സെയിം നമ്പേഴ്സ് അല്ലേ? അപ്പം നോക്കി, റോ ആൻഡ് കോളം ആർ സെയിം. സോ നമ്പർ വിൽ ബി ഓൾസോ സെയിം. വാട്ട് ഈസ് ദാറ്റ്? 7536. അപ്പോൾ നമ്മൾ ആൻസർ എന്തായിരിക്കും? നോക്കിയേ, 2. യു റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്, ഡെസിമൽ പോയിൻറ്റ്, ദെൻ മാൻറ്റീസ 7536. ക്ലിയർ ആണോ? നോക്കിയത് ദർ ഇസ് എ സിമിലാരിറ്റി, റൈറ്റ്? നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് ഒരു 4 ഡിജിറ്റ് നമ്പർ നോക്കി നോക്കാം. 245.7. ഇതിൻ്റെ ലോഗ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താ വേണ്ടത്? ക്യാരക്ടറിസ്റ്റിക്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഡെസിമൽ പോയിൻറ്റിന് മുന്നേ ഉള്ള നമ്പേഴ്സ് ചൂസ് ചെയ്യും. സോ 3 ഡിജിറ്റ് ആർ ദ, റൈറ്റ്? സോ എന്താണ് ക്യാരക്ടറിസ്റ്റിക്? 3 - 1, വാട്ട് ഈസ് ദാറ്റ്? 2. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എന്ത് വേണം? നമുക്ക് മാൻറ്റീസ വേണം. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 2 4 5 7, റൈറ്റ്? ആദ്യത്തെ 2 ഡിജിറ്റ് വിൽ ഗിവ് യു റോ, നെക്സ്റ്റ് നമ്പർ വിൽ ഗിവ് യു കോളം. ആൻഡ് സി, നൗ വി ഹാവ് എൻ എക്സ്ട്രാ നമ്പർ, റൈറ്റ്? അതാണ് മീൻ ഡിഫറൻസ് എന്ന് പറയുന്ന ആൾ കേട്ടോ. മീൻ ഡിഫറൻസ് അതിവിടെയാണ് കിടക്കുന്നത്. ഓക്കെ, മീൻ ഡിഫറൻസ്. ഓക്കെ, റൈറ്റ്? നൗ നോക്കിക്കേ, നൗ മാൻറ്റീസ കണ്ടുപിടിക്കാൻ നമ്മൾ അങ്ങോട്ട് പോകണം. 24th കോളത്തിലേക്ക് പോകണം, റൈറ്റ്? 24th റോ ഉള്ളത് ലോഗരിതം ടേബിളിൻ്റെ ഫസ്റ്റ് പേജിലാണ്. സോ ഐ കം ബാക്ക് ടു ഫസ്റ്റ് പേജ്. ഓക്കെ, നമുക്ക് 24th റോ ഈസ് ദർ, 5th കോളം ഈസ് ദർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
നമ്മൾ അങ്ങോട്ട് വരണം അല്ലേ, അങ്ങോട്ട് വരണം. അവിടെ എത്തുമ്പോൾ നമ്മൾ എവിടെ എത്തി? 3892. 3892. നൗ മീൻ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് മീൻ ഡിഫറൻസ് ടേബിൾ. അപ്പോൾ അവിടെ നമ്മളെ നമ്പർ 7. ഓക്കെ, 7 ആണ്. അങ്ങോട്ട് പോവുക. 7 നോക്കി, ഒന്ന് വന്ന് നോക്കി. അതേ റോല് നമ്മൾ 7th മീൻ ഡിഫറൻസ് കോളത്തിലേക്ക് പോവുക. അപ്പോൾ എന്താ വന്നത്? 12 അല്ലേ. നമുക്ക് ആ നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്താ 3892 + 12 അത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3904 എന്ന് കിട്ടും. അപ്പോൾ എന്താണ്? log 24.5.7 ഈസ് ഈക്വൽ ടു എന്താണ്? 2 point characteristic dot. ഇനി ആഫ്റ്റർ ഡെസിമൽ യു ഹാവ് ടു റൈറ്റ് ദ മാൻറ്റിസ വാല്യൂ 3904. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമ്മൾ 4 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ലോഗരിതമിക് വാല്യൂസ് കണ്ടുപിടിക്കുക. ഓക്കെ, കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വാല്യൂ ചെയ്യാം. log 287.9. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ക്യാരക്ടറിസ്റ്റിക് എങ്ങനെയാണ്? ടേക്ക് ദ നമ്പേഴ്സ് ബിഫോർ ഡെസിമൽ പോയിൻറ്റ്. സോ 3 - 1 2. ഈസിയാണേ. Now we are going to find m, right? ഓക്കെ, മാൻറ്റിസ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 287.9 ആദ്യത്തെ 2 നമ്പേഴ്സിൽ നിന്ന് നമുക്ക് റോ കിട്ടി, പിന്നെ നമുക്ക് കോളം കിട്ടി, പിന്നെ നമുക്ക് മീൻ ഡിഫറൻസ് കിട്ടി, റൈറ്റ്? മീൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒന്ന് ശരിക്കും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡൗട്ടുള്ള ആൾക്കാർ, മീൻ ഡിഫറൻസ് ഇവിടെ ഉണ്ട്. സോ 28 റോ ആണ്. സോ നമ്മൾ ഇവിടെ ഉണ്ട്. കോളം നമ്പർ 7 ആണ്, ഇവിടെ ഉണ്ട്. നമ്മൾ ഇങ്ങനെ വന്നാൽ അതിവിടെ വെച്ച് കോയിൻസൈഡ് ചെയ്യും. 4579, റൈറ്റ്? 4579. ഇനി നമുക്ക് മീൻ ഡിഫറൻസ് ഉണ്ട്. അപ്പം ഇതേ റോല് മീൻ ഡിഫറൻസ് കോളത്തിലുള്ള 9th 1 എടുക്കണം. അപ്പോൾ അങ്ങോട്ട് പോവുക, റൈറ്റ്? ഇങ്ങനെ പോയാൽ അത് അവരിവിടെ വെച്ച് കോയിൻസൈഡ് ചെയ്യും, റൈറ്റ്? 14. കറക്റ്റ്, റൈറ്റ്? 14. അപ്പോൾ എന്ത് ചെയ്ത് കൊടുക്കുക? ഒരു 14 ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 4593. സോ എന്താണ് വാല്യൂ? ക്യാരക്ടറിസ്റ്റിക് 2 ആണ്. ഓക്കെ, 2 ആണ്. പോയിൻറ്റ് മാൻറ്റീസ് എത്രയാണ്? 4593. ക്ലിയർ ആണോ? ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നമുക്ക് 4 ഡിജിറ്റും കിട്ടി. ഇനി 5 ഡിജിറ്റൊക്കെയാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കുകയാണ് log 6.8743. സോ 5 ഡിജിറ്റ് ആയില്ലേ? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ക്ലാസ് 11 and 12 നിങ്ങൾക്ക് ഇതങ്ങ് ഇഗ്നോർ ചെയ്യാം. ചെറിയ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ 4 ഡിജിറ്റ് കണ്ടുപിടിച്ചിട്ട് ആ ആൻസർ എഴുതിയാൽ മതി കേട്ടോ. 5 ഡിജിറ്റ് ചോദിക്കുകയാണെങ്കിൽ 4 ഡിജിറ്റ് കണ്ടുപിടിച്ചാൽ മതി. 4 ഡിജിറ്റ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞില്ലേ? സോ ഈ മെത്തേഡ് യൂസ് ചെയ്യാം. 5 ഡിജിറ്റാണ് ചോദിച്ചതെങ്കിൽ 5th ഡിജിറ്റ് നിങ്ങൾ ഇഗ്നോർ ചെയ്യാം. ദെൻ ഫൈൻഡ് ദി ആൻസർ ഫോർ 4 ഡിജിറ്റ്. യുവർ ആൻസർ വിൽ ബി പെർഫെക്റ്റ്. സെയിം ആയിരിക്കും കേട്ടോ. ഓക്കെ, ആക്ച്വലി 5 ഡിജിറ്റ് നമുക്ക് ഈ ടാബിൾ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ 11th and 12th അതിൻ്റെ ആവശ്യമില്ല. മാക്സിമം അപ് ടു 4 ഡിജിറ്റ് ഈസ് ഇനഫ്. നമ്പേഴ്സ് ലെസ് ദാൻ 1 ആകുമ്പം വളരെ ശ്രദ്ധിക്കണം. അവിടെ റൂൾസിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഒന്ന് നോക്കി നോക്കാം. നോക്കുക, 0.0784 നമ്മൾ ഇതിൻ്റെ ലോഗ കണ്ടുപിടിക്കുന്നത് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് വേണം? ക്യാരക്ടറിസ്റ്റിക്, റൈറ്റ്? ഓക്കെ, അപ്പോൾ നമുക്ക് പോയിൻറ്റിന് ശേഷം ഫസ്റ്റ് നോൺ സീറോ നമ്പറിന് മുന്നേ എത്ര സീറോ ഉണ്ട് നോക്കുക. യു ക്യാൻ സി 10, റൈറ്റ്? യു ക്യാൻ സി 10. ഡെസിമൽ പോയിൻറ്റിന് ശേഷം ഫസ്റ്റ് നോൺ സീറോ നമ്പറിന് മുന്നേ എത്ര സീറോ ഉണ്ട് നോക്കുക. യു ക്യാൻ സി 1. അപ്പോൾ ജസ്റ്റ് 1 കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. സോ 1 + 1 വാട്ട് ഈസ് ദാറ്റ്? 2. ഓക്കെ അല്ലേ? 2. പക്ഷേ നിങ്ങളൊരു -2 വേണം കൊടുക്കാൻ. ഓക്കെ, കാരണം ഇത് 1നേക്കാൾ ചെറിയ നമ്പറാണ്. 1നേക്കാൾ ചെറിയ നമ്പറാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി നെഗറ്റീവ്. -2 വേണം കൊടുക്കാൻ. ശ്രദ്ധിക്കുക, ഇത് സാധാരണ 2 ബാർ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പക്ഷേ ക്ലാസ് 11നും ക്ലാസ് 12നും നമ്മൾ കാര്യമായിട്ട് ഫിസിക്സിലും കെമിസ്ട്രിയിലും ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം, -2. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ലിസൺ, നോക്കുക, ഇനി മാൻറ്റിസ വാല്യൂ വേണം അല്ലേ? മാൻറ്റിസ വാല്യൂ വേണം, റൈറ്റ്? അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾ ഈ നമ്പർ എടുത്താൽ മതി, 784. ഓക്കെ, ഡെസിമൽ ഇഗ്നോർ ചെയ്തോളൂ, ഡെസിമൽ പോയിൻറ്റ് ഇഗ്നോർ ചെയ്ത് 784. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് നോക്കിയേ. യു ഹാവ് ഫസ്റ്റ് ടു നമ്പേഴ്സ് റോ ആണ്. നെക്സ്റ്റ് നമ്പർ കോളമാണ്, റൈറ്റ്? പക്ഷേ പ്രോബ്ലം ഉണ്ട്, നമുക്ക് ഫസ്റ്റ് പേജ് ഓഫ് ലോഗരിതമിക് ടേബിൾ അല്ല വേണ്ടത്, സെക്കൻഡ് പേജാണ്. ഞാൻ പേജ് സ്വിച്ച് ചെയ്യാണ്. നമുക്ക് 78th റോ വേണം.
അതേപോലെ ഫോർത്ത് കോളം വേണം, റൈറ്റ്? സോ നമുക്കിങ്ങനെ പോയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാം, ഇവിടെ വെയിറ്റ് ചെയ്യാം. 8, 9, 4, 3, റൈറ്റ്? സോ വാട്ട് ഈസ് ദാറ്റ്? 8, 9, 4, 3. ഓക്കെ, നമുക്ക് ലോഗരിതം കണ്ടുപിടിക്കാം. ലോഗ് 0.0784. എന്താണ് ക്യാരക്ടറിസ്റ്റിക്? -2. ഇനി വളരെ ശ്രദ്ധിക്കണം ചെയ്യുമ്പം. നോക്ക്, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ആണ്. നമ്മൾ ഇതുവരെ ചെയ്ത പോലെ അല്ല കേട്ടോ. അതായത് 1നേക്കാൾ ചെറിയ നമ്പർ ആണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ പ്ലസ്. വാട്ട് ഈസ് ദാറ്റ്? മാൻഡിസ വാല്യൂ എഴുതുമ്പോൾ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് അബൌട്ട് ഡെസിമൽ. മാൻഡിസ വാല്യൂ എപ്പോഴും ഡെസിമൽ നമ്പേഴ്സാണ്. സോ 0.8943 ഇത് ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസറാണ് നിങ്ങളുടെ ലോഗരിതമിക് വാല്യൂ. അപ്പോൾ നിങ്ങളിത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ -1.1057 ഇതാണ്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഈ കാറ്റഗറിയിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, നോക്കുക, നമുക്ക് കണ്ടുപിടിക്കേണ്ട ലോഗ് 0.675 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താ വേണ്ടത്? നമുക്ക് ആദ്യം വേണ്ടത് ക്യാരക്ടറിസ്റ്റിക് ആണ്. ഓക്കെ, പോയിൻറ്റിന് ശേഷം ഫസ്റ്റ് നോൺ സീറോ നമ്പറിന് മുന്നേ ഒരു സീറോയും ഇല്ല. കറക്റ്റ്, റൈറ്റ്? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ആഡ് 1 0 ടു ദാറ്റ്. അപ്പോൾ 0 0 ആണ്, ദെൻ ആഡ് 1. സോ 0 + 1 വാട്ട് ഈസ് ദാറ്റ്? 1. സോ വി ഗോട്ട് ക്യാരക്ടറിസ്റ്റിക്. നൗ നമുക്ക് എന്താ വേണ്ടത്? മാൻഡിസ വേണം. അതിന് വേണ്ടിയിട്ട് വാട്ട് ഈസ് എ നമ്പർ? 675. അവിടെ ഡെസിമൽ ഇഗ്നോർ ചെയ്യാം കേട്ടോ. ഈ രണ്ട് നമ്പർ നമുക്ക് റോ കിട്ടും, ഇവിടുന്ന് നമുക്ക് കോളം കിട്ടും. സിമ്പിളാണ്. 67 and 5 അല്ലേ? നമ്മളിത് ഇങ്ങനെ വരുന്നു, ഇവിടെ വെച്ച് കൂട്ടിമുട്ടുന്നു. 8293. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? സി, ഇറ്റ് ഈസ് ലൈക്ക് 1നേക്കാൾ ചെറിയ നമ്പർ ആയതുകൊണ്ട് ഡോണ്ട് റൈറ്റ് ജസ്റ്റ് 1. ഐ ഫൊഗോട്ട് ടു സേ -1 ആണ്. ഇറ്റ്സ് നോട്ട് 1, ഇറ്റ്സ് -1. ഞാൻ എഴുതിയ സമയത്ത് മാറിപ്പോയതാണ്. ഇറ്റ്സ് -1. സോ -1, ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. -1. ഓക്കെ, പോയിൻറ്റിന് ശേഷം ഫസ്റ്റ് നോൺ സീറോ നമ്പറിന് മുന്നേ എത്ര സീറോ ഉണ്ട് നോക്കുക. സോ നോ സീറോസ് ആർ ദർ, ദെൻ യു ഹാവ് ടു ആഡ് 1. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് 1 എഴുതാൻ പറ്റില്ല. യു ഹാവ് ടു പുട്ട് നെഗറ്റീവ് സൈൻ. വൈ? ബിക്കോസ് ദ നമ്പർ ഈസ് ലെസ് ദാൻ 1. 1നേക്കാൾ ചെറിയ നമ്പറിനാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ -1 പ്ലസ്. നൗ ആഡ് യുവർ മാൻഡിസ വാല്യൂ വിത്ത് ഡെസിമൽ പോയിൻറ്റ് 0.8293 അല്ലേ? -1 മറന്നു പോരുതേ. -1. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞപ്പം ഐ ജസ്റ്റ് പുട്ട് 1. ദറ്റ് ഈസ് റോങ്. സോ -1 പ്ലസ് 0.8293 ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് -0.1707 എന്ന ആൻസർ കിട്ടും. ഓക്കെ, എല്ലാവർക്കും ലോഗരിതമിക് ടേബിൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ലോഗരിതമിക് ടേബിൾ യൂസ് ചെയ്ത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ. Thank you for watching this video.